Okay, now we can discuss human reproduction second topic on that is female reproductive system. Now we can discuss the female reproductive system. Female reproductive system ആണ് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. Female reproductive system consists of paired ovaries. രണ്ട് ovaries ഉണ്ടായിരിക്കും. Oviduct or fallopian tube ഉണ്ടായിരിക്കും. Uterus, embryonic development help in a uterus, then vagina, then external genitalia. These are the main parts of female reproductive system. Female reproductive systemത്തിന്റെ important parts ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ parts ആണ് ഡിസ്കസ് ചെയ്യുന്നത്. Paired ovaries, oviduct, uterus, vagina, external genitalia. These are the main parts of female reproductive system. Female reproductive systemത്തിന്റെ main parts ഇത്രയുമാണ്. Paired ovaries, രണ്ട് ovaries ഉണ്ടായിരിക്കും. Oviduct ഉണ്ടായിരിക്കും. Uterus, then vagina, then external genitalia. These are the main parts of female reproductive system. Female reproductive systemത്തിന്റെ main parts ഇത്രയുമാണ്. First one, paired ovaries. Male testis പോലെ ഫീമെയിൽസിലുള്ള പ്രൈമറി സെക്സ് ഓർഗൻ ആണ്. പ്രൈമറി സെക്സ് ഓർഗൻ നേരത്തെ നമ്മൾ പഠിച്ചു. The sex organ which helps in the production of gametes and hormone. ഗമേറ്റ്സിന്റെ പ്രൊഡക്ഷനും ഹോർമോണിന്റെ പ്രൊഡക്ഷനും ഹെൽപ്പ് ചെയ്യുന്നതാണ് ഏതാണ്? പ്രൈമറി സെക്സ് ഓർഗൻ. അപ്പോൾ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിലെ പ്രൈമറി സെക്സ് ഓർഗൻ ആണ് ഏതാണ്? ഓവറീസ്. ഓവറീസ് എന്ന് പറയുന്ന പ്രൈമറി സെക്സ് ഓർഗൻ ആണ് വിച്ച് ഹെൽപ്സ് ഇൻ ദി പ്രൊഡക്ഷൻ ഓഫ് ഓവം. ഓവത്തിന്റെ പ്രൊഡക്ഷനും അതുപോലെ തന്നെ ഹോർമോൺ, ഫീമെയിൽ ഹോർമോൺ, പ്രൊജസ്ട്രോൺ, ഈസ്ട്രജൻ പോലുള്ള ഹോർമോണിന്റെ പ്രൊഡക്ഷനും ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഈ ഓവറീസ് എന്ന് പറയുന്ന ഓവറീസ് ആർ ലൊക്കേറ്റഡ് ഓൺ ബോത്ത് സൈഡ്സ് ഓഫ് ലോവർ അബ്ഡമൻ. ഫീമെയിൽസിന്റെ ലോവർ അബ്ഡമനിലാണ് ഓവറി ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇതിന്റെ ലെങ്ത് എന്ന് പറയുന്ന ഒരു 2 to 4 സെന്റിമീറ്റർ ലെങ്ത് വരുന്നുണ്ട്. 2 മുതൽ 4 സെന്റിമീറ്റർ ലെങ്ത് വരുന്നുണ്ട്. ഇറ്റ് ഈസ് കണക്റ്റഡ് ടു പെൽവിക് വോൾ ആൻഡ് യൂട്രസ്. ഈ ഓവറീസ് പെൽവിക് വോളിലേക്കും യൂട്രസിലേക്കും ലിഗമെന്റ്സ് വഴി കണക്ട് ചെയ്തിട്ടുണ്ട്. ഇറ്റ് ഈസ് കണക്റ്റഡ് ടു പെൽവിക് വോൾ ആൻഡ് യൂട്രസ് വിത്ത് ദി ഹെൽപ്പ് ഓഫ് ലിഗമെന്റ്സ്. ലിഗമെന്റ്സിന്റെ സഹായത്തോടെ പെൽവിക് വോളിലേക്കും യൂട്രസിലേക്കും ലിഗമെന്റ്സിന്റെ ഹെൽപ്പോട് കൂടി പെൽവിക് വോളിലേക്കും യൂട്രസിലേക്കും ഓവറീസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ഈ ഓരോ ഓവറീസിനെ കവർ ചെയ്തുകൊണ്ടൊരു തിൻ എപ്പിത്തീലിയം ഉണ്ടായിരിക്കും വിച്ച് എൻക്ലോസസ് ഓവേറിയൻ സ്ട്രോമ. അതിനെ എൻക്ലോസ് ചെയ്തുകൊണ്ട് ഓവേറിയൻ സ്ട്രോമ ഉണ്ടായിരിക്കും. ഒരിക്കൽ കൂടി റിപ്പീറ്റ് ചെയ്യാം. ഓവറീസ് ആർ ദി പ്രൈമറി ഫീമെയിൽ സെക്സ് ഓർഗൻ. ലെങ്ത് എന്ന് പറയുന്നത് 2 മുതൽ 4 സെന്റിമീറ്റർ ആണ് അതിന്റെ നീളം. ഇത് പെൽവിക് വോളിലേക്കും യൂട്രസിലേക്കും കണക്ട് ചെയ്യുന്നുണ്ട് വിത്ത് ദി ഹെൽപ്പ് ഓഫ് ലിഗമെന്റ്സ്. ദേ ആർ കണക്റ്റഡ് ടു പെൽവിക് വോൾ ആൻഡ് യൂട്രസ് വിത്ത് ദി ഹെൽപ്പ് ഓഫ് ലിഗമെന്റ്സിന്റെ സഹായത്തോടെയാണ്. ഓവറിയെ കവർ ചെയ്തുകൊണ്ട് തിൻ എപ്പിത്തീലിയം ഉണ്ടായിരിക്കും. അതിനെ എൻക്ലോസ് ചെയ്തുകൊണ്ട് ഓവേറിയൻ സ്ട്രോമ ഉണ്ടായിരിക്കും. എന്തുണ്ടായിരിക്കും? ഓവേറിയൻ സ്ട്രോമ ഉണ്ടായിരിക്കും. ഇത്രയുമാണ് ഓവറീസിനെ കുറിച്ച് പറയാനുള്ളത്. മെയിൽസിലാവുമ്പോൾ സ്പേമിന്റെ പ്രൊഡക്ഷൻ ടേക്സ് പ്ലേസ് ഓൺലി ആഫ്റ്റർ പ്യൂബർട്ടി. ഒരു ആൺകുട്ടി പ്രായപൂർത്തി ആയതിനു ശേഷം മാത്രമാണ് സ്പേമിന്റെ പ്രൊഡക്ഷൻ. ഓവത്തിന്റെ അങ്ങനെയല്ല. ഒരു പെൺകുഞ്ഞ് അതിന്റെ അമ്മയുടെ ഗർഭപാത്രത്തിനകത്തായിരിക്കുന്ന സമയത്ത്, അമ്മയുടെ യൂട്രസിനകത്തായ സമയത്ത് ആ ഫീറ്റസിന്റെ ഓവറിയുടെ അകത്ത് ഓവം കാൽഭാഗം ഡെവലപ്പ് ചെയ്യപ്പെടും. ജനിക്കുന്ന അന്ന് മുതൽ എല്ലാ ആക്ടിവിറ്റീസും എന്തായിരിക്കും? സസ്പെൻഡഡ് ആവും. പിന്നെ ഈ ആക്ടിവിറ്റി റീഗെയിൻ ചെയ്യുന്ന എപ്പോഴാണ്? വെൻ ഷീ അറ്റൈൻസ് പ്യൂബർട്ടി. ആ പെൺകുഞ്ഞ് പ്രായപൂർത്തിയാകുമ്പോൾ ആ കാൽഭാഗം ഡെവലപ്പ് ചെയ്ത ഓവം ഓരോ മാസത്തിൽ
അത് മുക്കാൽ ഭാഗം ഡെവലപ്പ് ചെയ്തിട്ട് ഓവറിയുടെ അകത്തുനിന്ന് ഔട്ട്സൈഡിലേക്ക് വരും. അത് പൂർണ്ണമായിട്ട് 100% ഓവമായിട്ട് മാറണമെങ്കിൽ സ്പേം വന്ന് ഓവത്തിനകത്ത് എൻ്റർ ആയാൽ മാത്രമേ അത് 100% ഓവമായിട്ട് മാറും. അങ്ങനെ ഒരു 3 ഫേസസ് അല്ലെ 3 കാലഘട്ടങ്ങളിലൂടെയാണ് ഓവത്തിൻ്റെ പ്രൊഡക്ഷൻ. ഫസ്റ്റ് ഒരു കാൽ ഭാഗം ഡെവലപ്പ് ചെയ്യുന്ന എംബ്രിയോണിക് സ്റ്റേജിൽ ജനിക്കുന്ന അന്ന് മുതൽ എല്ലാ ആക്ടിവിറ്റീസും എന്തായിരിക്കും? സസ്പെൻഡഡ് ആയിരിക്കും. ഈ ആക്ടിവിറ്റി റീഗെയിൻ ചെയ്യുന്ന എപ്പോഴാണ്? വെൻ ഷീ അറ്റൈൻസ് പ്യൂബർട്ടി. ആ പെൺകുട്ടി പ്യൂബർട്ടി അറ്റൈൻ ചെയ്യുമ്പോൾ, മെനാർക്ക് എന്നറിയപ്പെടും, പ്യൂബർട്ടി അറ്റൈൻ ചെയ്യുമ്പോഴാണ് ഉണ്ടാകുന്നത്. ഓക്കെ, ദെൻ 100% ഫുള്ളി ഫങ്ഷണൽ ഓവമായിട്ട് മാറുന്ന സ്പേമിൻ്റെ ന്യൂക്ലിയസ് വന്ന്, അതായത് സ്പേം വന്ന് ഫെർലൈസ് ചെയ്യുമ്പോൾ, സ്പേം വന്ന് ഓവത്തിനകത്ത് എൻ്റർ ആകുമ്പോൾ മാത്രമാണ് അത് 100% ഫുള്ളി ഫങ്ഷണൽ ആയിട്ട് മാറുന്നത്. ഓക്കെ, ഇതാണ് ഓവറീസിനെ കുറിച്ച് പറയാനുള്ളത്. സെക്കൻഡ് വൺ ഈസ് ഓവി ഡക്റ്റ് എന്ന് പറയുന്ന പാർട്ടാണ്. രണ്ടാമത്തെ പാർട്ട് ഏതാണ്? ഓവി ഡക്റ്റ് അല്ലെങ്കിൽ ഫെലോപ്പിയൻ ട്യൂബ് എന്ന് പറയുന്ന പാർട്ടാണ്. ഓവി ഡക്റ്റോ ഫെലോപ്പിയൻ ട്യൂബാണ്. ഒരു ഓവിഡക്റ്റിന്റെ ലെങ്ത് എന്ന് പറയുന്ന, ഫെലോപ്പിയൻ ട്യൂബിന്റെ ലെങ്ത് എന്ന് പറയുന്ന ഒരു 10 to 12 സെന്റിമീറ്റർ ലെങ്ത് ഉള്ള സ്ട്രക്ചറാണ്. 10 to 12 സെന്റിമീറ്റർ ലെങ്ത് ഉള്ള സ്ട്രക്ചറാണ്. 3 പാർട്ടാക്കി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ദേ ആർ ഇൻഫെന്റിബുലം, ആംപുല ആൻഡ് ഇസ്തിമസ്. 3 പാർട്ടായിട്ടാണ് അതിനെ ഡിവൈഡ് ചെയ്തിട്ടുള്ള. ഇൻഫെന്റിബുലം, ആംപുല ആൻഡ് ഇസ്തിമസ്. ഓവിഡക്റ്റോർ ഫെലോപ്പിയൻ ട്യൂബ് ഈസ് differentiated into three region or 3 parts. They are infundibulum, ampulla and isthmus. 3 പാർട്ടാണ്. ഇൻഫെന്റിബുലം, ആംപുല ആൻഡ് ഇസ്തിമസ്. ഇൻഫെന്റിബുലം എന്ന് പറയുന്നത് അതിൻ്റെ ഫസ്റ്റ് റീജിയൻ ആണ്. ഒരു ഫണൽ ഷേപ്ഡ് സ്ട്രക്ചറാണ് ഇൻഫെന്റിബുല എന്ന് പറയുന്ന ഒരു ഫണൽ ഷേപ്ഡ് സ്ട്രക്ചറാണ്. ഓക്കെ, ഓപ്പണിംഗ്, ഒരു ഫണൽ ഷേപ്ഡ് ആയിട്ടുള്ള ഓപ്പണിംഗ് ആണ്. അതിൻ്റെ എൻഡിൽ ഫിംഗർ ലൈക്ക് ആയിട്ടുള്ള പ്രൊജക്ഷൻ ഉണ്ട്. ദാറ്റ്സ് കാൾഡ് ഫിംബ്രിയെ. ഒരു ഫണൽ ഷേപ്ഡ് ഓപ്പണിംഗ് ആണ് ഇൻഫെന്റിബുല. അതിൻ്റെ എൻഡിൽ ഫിംഗർ ലൈക്ക് ആയിട്ടുള്ള അല്ലെങ്കിൽ ഹെയർ ലൈക്ക് ആയിട്ടുള്ള സ്ട്രക്ചേഴ്സ് ഉണ്ട്. ദാറ്റ്സ് കാൾഡ് ഫിംബ്രിയ. അത് ഓവറിയുടെ അകത്തുനിന്ന് ഔട്ടറിലേക്ക് എത്തുന്ന ഓവത്തിനെ കളക്ട് ചെയ്യുക എന്നുള്ളതാണ് ഫിംബ്രിയയുടെ ഫംഗ്ഷൻ. ദ മെയിൻ ഫംഗ്ഷൻ ഓഫ് ഫിംബ്രിയ ഈസ് ടു കളക്ട് ഓവ. ഇൻഫെന്റിബുലം വിത്ത് ഫിംബ്രിയ. ഇൻഫെന്റിബുലം മാത്രമല്ല, അതിൻ്റെ എൻഡിൽ എന്തുണ്ട്? ഫിംബ്രിയ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ റീജിയനാണ് ആംപുല എന്ന് പറയുന്ന റീജിയനാണ്. ഓവിഡക്റ്റിന്റെ വൈഡർ പാർട്ടാണ് ആംപുല. ആംപുല ഈസ് ദി വൈഡർ പാർട്ട് ഓഫ് ഓവിഡക്റ്റ്. ഓവിഡക്റ്റിന്റെ വൈഡർ പാർട്ടാണ് ആംപുല. തേർഡ് വൺ ഇസ്തിമസ് എന്ന് പറയുന്ന നാരോ പാർട്ട് ഓഫ് ഓവിഡക്റ്റ് ദാറ്റ് ജോയിൻസ് വിത്ത് ദി യൂട്രസ്. യൂട്രസിലേക്ക് പോയി ജോയിൻ ചെയ്യുന്ന നാരോ പാർട്ടാണ് ഇസ്തിമസ്. These are the 3 main parts of oviduct. They are infundibulum with fimbriae, ampulla and isthmus. Infundibulum ഒരു funnel shaped opening ആണ്. അതിൻ്റെ എൻഡിൽ ഹെയർ ലൈക്ക് ആയിട്ടുള്ള, ഫിംഗർ ലൈക്ക് ആയിട്ടുള്ള സ്ട്രക്ചേഴ്സ് ഉണ്ട് ഓവത്തിനെ റിസീവ് ചെയ്യാൻ. അത് കഴിഞ്ഞിട്ട് ആംപുല എന്ന് പറയുന്ന വൈഡർ പാർട്ട് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഇസ്തിമസ് എന്ന് പറയുന്ന നാരോ പാർട്ട് ഉണ്ട്. ഇത്രയുമാണ് ഓവിഡക്റ്റ് അല്ലെങ്കിൽ ഫെലോപ്പിയൻ ട്യൂബിൽ കാണപ്പെടുന്നത്. നെക്സ്റ്റ് പാർട്ട് ഈസ് യൂട്രസ്. എംബ്രിയോണിക് ഡെവലപ്മെന്റിന് ഹെൽപ്പ് ചെയ്യുന്ന ഇൻവേർട്ടഡ് പിയർ ഫ്രൂട്ട് ഷേപ്പിലുള്ള സ്ട്രക്ചറാണ് യൂട്രസ്. അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് എന്തുണ്ട്? ഓക്കെ, ഇറ്റ് ഈസ് സപ്പോർട്ടഡ് ബൈ ലിഗമെന്റ്സ് ആൻഡ് അറ്റാച്ച്ഡ് ടു ദി പെൽവിക് വാൾ. ഇറ്റ് ഈസ് സപ്പോർട്ടഡ് ബൈ ലിഗമെന്റ്സ് ആൻഡ് അറ്റാച്ച്ഡ് ടു പെൽവിക് വാൾ. പെൽവിക് വാളിലേക്ക് അറ്റാച്ച് ചെയ്തുകൊണ്ട്, സപ്പോർട്ട് ചെയ്തുകൊണ്ട് ലിഗമെന്റ്സ് ഉള്ള സ്ട്രക്ചറാണ് യൂട്രസ് അല്ലെങ്കിൽ ഓം, WOMB, ഓം എന്ന് പറയുന്ന സ്ട്രക്ചർ പറയുന്നുണ്ട്. എംബ്രിയോണിക് ഡെവലപ്മെന്റിന് ഹെൽപ്പ് ചെയ്യുന്ന സ്ട്രക്ചറാണ് യൂട്രസിന്റെ പാർട്സ്. നോക്കുമ്പോൾ 3 പാർട്സ് ഉണ്ട്. ഫണ്ടസ്, ബോഡി, പിന്നെ ഒരു ക്യാവിറ്റി ഉണ്ട്. ദെൻ യൂട്രസ് താഴെ ഓപ്പൺ ചെയ്യുന്ന പാർട്ടിന് സെർവിക്സ്. 3 പാർട്ടാണുള്ളത്. ഫണ്ടസ് എന്ന് പറയുന്ന അപ്പർ പാർട്ടിനെയാണ്, ദാറ്റ്സ് നോൺ ആസ് അപ്പർ ഫണ്ടസ്. മിഡിൽ ബോഡി അല്ലെങ്കിൽ യൂട്രസ് ക്യാവിറ്റി ഉണ്ട്. ലോവർ പാർട്ടായിട്ടുള്ള സെർവിക്സ് ഉണ്ട്. യൂട്രസ് ഔട്ട്സൈഡിലേക്ക് ഓപ്പൺ ചെയ്യുന്ന പാർട്ടാണ്, ദാറ്റ്സ് നോൺ ആസ് വാട്ട്? സെർവിക്സ് എന്ന് പറയുന്ന ഒരു റീജിയൻ ആണ്. യൂട്രസ് ഔട്ട്സൈഡിലേക്ക് ഓപ്പൺ ചെയ്യുന്ന പാർട്ടിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഇറ്റ്സ് നോൺ ആസ് വാട്ട്? സെർവിക്സ് എന്നറിയപ്പെടുന്ന ഓപ്പണിംഗ് ഓഫ് യൂട്രസ് ടു ഔട്ട്സൈഡ്. യൂട്രസ് ഔട്ട്സൈഡിലേക്ക്
ഉള്ള ഓപ്പണിങ്ങിനെയാണ് വി കോൾ ഇറ്റ് as what cervix. അപ്പോൾ യൂട്രസിന്റെ 3 പാർട്സ് ആണ്, ഫണ്ടസ്, ബോഡി ആൻഡ് സെർവിക്സ്. ഫണ്ടസ് ഉണ്ട്, ബോഡി ഉണ്ട്, സെർവിക്സ് ഉണ്ട്. അതുപോലെ യൂട്രസിന്റെ വാൾ, യൂട്രസിനകത്ത് വാളുണ്ട്, 3 പാർട്ടാണ്. അത് ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിനൊക്കെ ചോദിച്ചിട്ടുള്ളതാണ്. പെരിമെട്രിയം, മയോമെട്രിയം ആൻഡ് എൻഡോമെട്രിയം. 3 പാർട്സ് ഉണ്ട്. പെരിമെട്രിയം, മയോമെട്രിയം, എൻഡോമെട്രിയം. 3 പാർട്സ് ആണുള്ളത്. പെരിമെട്രിയം ഉണ്ട്, മയോമെട്രിയം ഉണ്ട്, എൻഡോമെട്രിയം. പെരിമെട്രിയം ആണ് എക്സ്റ്റേണൽ ലെയർ ആണ്, ഒരു തിക്ക് മസ്കുലർ സ്മൂത്ത് മസിൽ ലെയർ ആണ്. എക്സ്റ്റേണൽ ആയിട്ടുള്ള തിക്കായിട്ടുള്ള സ്മൂത്ത് മസ്കുലർ ലെയർ ആണ് പെരിമെട്രിയം. മിഡിൽ ആയിട്ടുള്ള തിൻ ലെയർ ആണ്, ദാറ്റ്സ് നോൺ ആസ് വാട്ട് മയോമെട്രിയം. മിഡിൽ ആയിട്ടുള്ള സ്മൂത്ത് മസിൽസ് ആണ്, മിഡിൽ ലെയർ ആണ്. തിക്ക് മെമ്പറൈൻ ആണ് പെരിമെട്രിയം, തിന്നായിട്ടുള്ളതാണ് മയോമെട്രിയം. അതായത് ലേബർ പെയിൻ തുടങ്ങുമ്പോൾ ഡെലിവറി ടൈമിൽ യൂട്രസിന്റെ കോൺട്രാക്ഷൻ ഹെൽപ്പ് ചെയ്യുന്ന ലെയർ ആണ് മയോമെട്രിയം. ഇന്നർമോസ്റ്റ് ആയിട്ടുള്ള ഹൈലി ഗ്ലാൻഡുലാർ ആയിട്ടുള്ള വാസ്കുലാർ ആയിട്ടുള്ള ലെയർ ആണ്, ദാറ്റ്സ് നോൺ ആസ് വാട്ട് എൻഡോമെട്രിയം. എൻഡോമെട്രിയം എന്ന് പറയുന്നത് ഹൈലി ഗ്ലാൻഡുലാർ ആയിട്ടുള്ള ഹൈലി വാസ്കുലാർ ആയിട്ടുള്ള മിഡിൽ ലെയർ ആണ്, ദാറ്റ്സ് നോൺ ആസ് വാട്ട് എൻഡോമെട്രിയം എന്നറിയപ്പെടുന്നുണ്ട്. മെൻസ്ട്രൽ സൈക്കിളിന്റെ ഫസ്റ്റ് 5 ഡേയ്സിൽ ഉണ്ടാകുന്ന മെൻസ്ട്രൽ ഫേസ് അല്ലെങ്കിൽ ബ്ലീഡിംഗ് ഫേസ് എന്ന് പറയുന്ന ടൈമിൽ ടോർ ഓഫ് ചെയ്യപ്പെടുന്ന എൻഡോമെട്രിയം എന്ന് പറയുന്ന ലെയർ ആണ്. എൻഡോമെട്രിയത്തിന്റെ ഇമ്പോർട്ടൻറ്റ് ഫംഗ്ഷൻ ബ്ലാസ്റ്റുലെ വന്ന് അറ്റാച്ച് ബ്ലാസ്റ്റുലേഷൻ, ഇംപ്ലാന്റേഷന് ഹെൽപ്പ് ചെയ്യുന്ന സ്ട്രക്ചറാണ് എൻഡോമെട്രിയം. ഒരു മെൻസ്ട്രൽ സൈക്കിളിന്റെ ഒരു മന്തിൽ ഇംപ്ലാന്റേഷൻ നടന്നില്ലെങ്കിൽ നെക്സ്റ്റ് മെൻസ്ട്രൽ സൈക്കിൾ ബിഗിൻ ചെയ്യുമ്പോൾ ഈ എൻഡോമെട്രിയം കംപ്ലീറ്റ്ലി ടോർ ഓഫ് ആയിരുന്നു. അതുകൊണ്ടാണ് ഇത് ഹൈലി ഗ്ലാൻഡുലാർ ആണ്, വാസ്കുലാർ ആയതുകൊണ്ടാണ് മെൻസ്ട്രൽ സൈക്കിൾ ബിഗിൻ ചെയ്യുമ്പോൾ 10 to 15 ml ബ്ലഡ് കൂടി എലിമിനേറ്റ് ചെയ്യുന്ന. മെൻസ്ട്രൽ സൈക്കിളിന്റെ തുടക്കത്തിൽ അബ്ഡമൽ പെയിൻ ആയിട്ട് അനുഭവപ്പെടുന്ന അബ്ഡമൽ പെയിൻ അല്ല, ആക്ച്വലി യൂട്രസിന്റെ അകത്തുള്ള എൻഡോമെട്രിയം ടോർ ഓഫ് ചെയ്യപ്പെടുമ്പോൾ ഉണ്ടാകുന്ന പെയിനെയാണ് അബ്ഡമൽ പെയിൻ ആയിട്ട് തെറ്റിദ്ധരിക്കുന്ന. അത് എൻഡോമെട്രിയം ബ്രേക്ക് ഓഫ് ആകുമ്പോൾ അല്ലെങ്കിൽ ടോർ ഓഫ് ആകുമ്പോൾ ഉണ്ടാകുന്ന പെയിനാണ്, അല്ലെങ്കിൽ ആ ടൈമിലാണ് ബ്ലീഡിങ് ഉണ്ടാകുന്നത്. ഇത്രയുമാണ് യൂട്രസിനെ കുറിച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അത് കഴിഞ്ഞിട്ട് വെജീനയാണ്. യൂട്രസിന്റെ ഔട്ടറിലുള്ള പാർട്സ് ആണ് എക്സ്റ്റീരിയർ ബിറ്റ്വീൻ യുറീത്ര ആൻഡ് ഏനസ്. ഇറ്റ് ഓപ്പൺസ് എക്സ്റ്റീരിയർ ബിറ്റ്വീൻ യുറീത്ര ആൻഡ് ഏനസ്. അപ്പൊ സെർവിക്സ് ഉണ്ട്, വെജീന കാവിറ്റി ഉണ്ട്. ഇതിനെ രണ്ടിനെയും കൂടെ ചേർത്താണ് ബർത്ത് കനാൽ എന്ന് അറിയപ്പെടുന്നത്. യൂട്രസ് കഴിഞ്ഞിട്ടുള്ള ചെറിയൊരു കാവിറ്റിയാണ് വെജീന. ദെൻ സെർവിക്കൽ കനാലും വെജീനയുടെ അവിടെയുള്ള കനാൽ പോർഷനും കൂടെ ചേർത്തിട്ടാണ് they are together known as what ബർത്ത് കനാൽ എന്നാണ് അറിയപ്പെടുന്നത്. അതുവഴിയാണ് ചൈൽഡ് ബർത്ത് ഉണ്ടാകുന്നത്. ദാറ്റ്സ് നോൺ ആസ് വാട്ട് ബർത്ത് കനാൽ എന്നറിയപ്പെടുന്നുണ്ട്. ബർത്ത് കനാൽ. പിന്നെ മെയിലില് ബൾബോ യുറീത്രലോ കൗപ്പേഴ്സ് ഗ്ലാൻഡ് എന്ന പോലെ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തില് വെജീനയിൽ കാണപ്പെടുന്ന ഗ്ലാൻഡാണ് ബാർത്തോളിൻസ് ഗ്ലാൻഡ്. മെയിലില് ബൾബോ യുറീത്രൽ ഓർ കൗപ്പേഴ്സ് ഗ്ലാൻഡ് മ്യൂക്കസ് ലൂബ്രിക്കൻ്റ് ആയിട്ട് സെക്രീറ്റ് ചെയ്യുന്ന അതേപോലെ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തില് വെജീനയിൽ നിന്ന് മ്യൂക്കസ് ലൂബ്രിക്കൻ്റ് ആയിട്ടുള്ള മ്യൂക്കസ് സെക്രീറ്റ് ചെയ്യുന്ന ഗ്ലാൻഡാണ് ബാർത്തോളിൻസ് ഗ്ലാൻഡ്. BARTHOLINS ബാർത്തോളിൻസ് ഗ്ലാൻഡ് എന്നറിയപ്പെടുന്നുണ്ട്. ബാർത്തോളിൻസ് ഗ്ലാൻഡ്. ഇനി ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തില് എക്സ്റ്റേണലി കാണപ്പെടുന്ന പോർഷനെയാണ് എക്സ്റ്റേണൽ ജെനിറ്റാലിയ. അതിലുള്ളത് മോൺസ് പ്യൂബിസ്, ലേബിയ മേജറ, ലേബിയ മൈനോറ, ഹൈമൺ, ക്ലിറ്റോറിസ്. ഓക്കെ, ഫീമെയിൽ എക്സ്റ്റേണൽ ജെനിറ്റാലിയയിൽ കാണപ്പെടുന്ന പോർഷനാണ് മോൺസ് പ്യൂബിസ്, ലേബിയ മേജറ, ലേബിയ മൈനോറ, ഹൈമൺ, ക്ലിറ്റോറിസ്. ലേബിയ മേജറ, ലേബിയ മൈനോറ, ഹൈമൺ ആൻഡ് ക്ലിറ്റോറിസ്. ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിലെ എക്സ്റ്റേണൽ ജെനിറ്റാലിയാണ് ഇത്രയും. ഫസ്റ്റ് വൺ ഏതാണ്? മോൺസ് പ്യൂബിസ്. കുഷൻ ഓഫ് ഫാറ്റി ടിഷ്യൂ ആണ്, കവേർഡ് വിത്ത് പ്യൂബിക് ഹെയർ. കുഷൻ ഓഫ് മോൺസ് പ്യൂബിസ് എന്ന് പറയുന്നത് കുഷൻ ഓഫ് ഫാറ്റി ടിഷ്യൂ ആണ്, കവേർഡ് ബൈ പ്യൂബിക് ഹെയർ കവർ ചെയ്തുകൊണ്ടുള്ള റീജിയൻ ആണ്. രണ്ടാമത്തെ ലേബിയ മേജറയാണ്, ലാർജ് ഫ്ലഷി ഫോൾഡ് ആണ്,
ഹെയറി ആയിട്ടുള്ള ഫോൾഡാണ് ഏതാണ്? ലേബിയ മേജറ. അത് കഴിഞ്ഞിട്ടുള്ളത് ഇന്നർ ഫോൾഡാണ്, ഹെയർലെസ് ആയിട്ടുള്ള ഇന്നർ ഫോൾഡാണ്. ദാറ്റ്സ് നോൺ ആസ് വാട്ട്? ലേബിയ മൈനോറ എന്ന് പറയുന്ന പാർട്ടാണ് ലേബിയ മൈനോറ. അത് കഴിഞ്ഞിട്ടുള്ള ഒരു യുറീത്രൽ വെജൈനൽ ഓപ്പണിംഗ് ഉണ്ട് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൽ. അതിലെ വെജൈനൽ ഓപ്പണിങ്ങിനെ പാർട്ട്ലി കവർ ചെയ്ത് നിൽക്കുന്ന മെംബ്രേനിയസ് സ്ട്രക്ചറാണ് ഹൈമൺ. പണ്ടുള്ള, അതായത് ഓൾഡ് കൺസെപ്റ്റ് എന്ന് പറയുന്ന ഹൈമൻ ഈസ് കൺസിഡേർഡ് ആസ് എ സിമ്പിൾ ഓഫ് വെർജിനിറ്റി. വെർജിനിറ്റിയുടെ ഒരു സിമ്പിളായിട്ട് ഹൈമനെ കൺസിഡർ ചെയ്യുന്നുണ്ട്. പണ്ടുള്ള ആളുകളുടെ കൺസെപ്റ്റ് അത് ഫസ്റ്റ് ഈ ഹൈമൺ ബ്രേക്ക് ഓഫ് ആവുന്ന ഫസ്റ്റ് കോയിറ്റസ് സെക്ഷൽ ഇന്റർകോഴ്സ് നടത്തുമ്പോഴാണ് ബ്രേക്ക് ആവുന്നത് എന്നാണ് പണ്ടുള്ള ആളുകളുടെ തെറ്റായ കൺസെപ്റ്റ്. അതല്ല, ഹെവി ആയിട്ട് എക്സസൈസ് ചെയ്യുമ്പോഴോ ഹോഴ്സ് റൈഡിങ്ങോ ദെൻ ഹെവി ആയിട്ടുള്ള ഫാളോ ജോൾട്ടോ ഉണ്ടാകുമ്പോൾ വെജൈനൽ ടാമ്പൻ ഇൻസേർട്ട് ചെയ്യുമ്പോൾ അങ്ങനെയൊക്കെ ചെയ്യപ്പെടുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് എന്ത് ചെയ്യപ്പെടാം? ഹൈമൺ ബ്രേക്ക് ഓഫ് ആവാം. ചിലർക്ക് 5 or 6 വട്ടം സെക്ഷൽ ഇന്റർകോഴ്സ് നടത്തിയിട്ടും ഹൈമൺ പെർസിസ്റ്റ് ചെയ്യുന്നതുണ്ട്. സോ ഹൈമൺ ഈസ് നോട്ട് എ റിലയബിൾ ഇൻഡിക്കേറ്റർ ഓഫ് വെർജിനിറ്റി. പണ്ടുള്ള ആളുകളുടെ കൺസെപ്റ്റ് ഇതൊരു വെർജിനിറ്റിയുടെ കന്യാകത്വത്തിന്റെ ഇൻഡിക്കേറ്റർ എന്നാണ്. അത് തെറ്റാണ്. ഹൈമൺ ക്യാൻ ബി ബ്രേക്ക് ബൈ എ സഡൻ ഫോൾ, ജോൾട്ട്, ബൈ ഡൂയിങ് ഹെവി എക്സസൈസ്, ബൈ ഇൻസേർഷൻ ഓഫ് വെജൈനൽ ടാമ്പൻ. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഹൈമൺ എന്ത് ചെയ്യപ്പെടാം? ബ്രേക്ക് ഓഫ് ആവാം. ചിലർക്ക് 2-3 സെക്ഷൽ ഇന്റർകോഴ്സ് നടത്തിയിട്ടും അത് പെർസിസ്റ്റ് ചെയ്യുന്നതുണ്ട്. സോ ഹൈമൺ ഈസ് നോട്ട് അറ്റ് ഓൾ എ റിലയബിൾ ഇൻഡിക്കേറ്റർ ഓഫ് വെർജിനിറ്റി. ദെൻ ഏറ്റവും ലാസ്റ്റ് വൺ ആണ് ക്ലിറ്റോറിസ്. യുറീത്രൽ ഓപ്പണിങ്ങിന് മുകളിലായിട്ട് കാണുന്ന ഹൈലി സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു സ്മോൾ എൻലാർജ്ഡ് പോർഷൻ മെയിലിന്റെ ഗ്ലാൻസ് പെനിസ് പോലെ കോംപ്ലിമെന്ററി ആയിട്ട് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിലുള്ളതാണ്. മെയിലിലെ ഗ്ലാൻസ് പെനിസ് പോലെ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തില് യുറീത്രൽ ഓപ്പണിങ്ങിന് മുകളിലായിട്ട് കാണപ്പെടുന്ന ഹൈലി സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു ഓർഗനാണ്. ദാറ്റ്സ് നോൺ ആസ് വാട്ട്? ക്ലിറ്റോറിസ് എന്നറിയപ്പെടുന്നുണ്ട്. ഇത്രയുമാണ് ഫീമെയിൽ എക്സ്റ്റേണൽ ജെനിറ്റാലിയയിലുള്ളത്. ദാറ്റ് ഈസ് മോൺസ് പ്യൂബിസ്, ലേബിയ മേജറ, ലേബിയ മൈനോറ, ഹൈമൺ ആൻഡ് ക്ലിറ്റോറിസ്. These are the main parts of female external genitalia. ഇത്രയാണ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിലുള്ളത്. പെയ്ഡ് ഓവറീസ് ഉണ്ട്, ഓവിഡക്റ്റ് ഉണ്ട്, അതുപോലെ യൂട്രസ് ഉണ്ട്, വെജൈനയുണ്ട്, എക്സ്റ്റേണൽ ജെനിറ്റാലിയ ഉണ്ട്. ഇത്രയുമാണ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിലെ മെയിൻ പാർട്സ്. ഓക്കെ.